ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ ഇവിടെ കാണാം, ബ്ലൂ. വൈറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഗോൾഡൻ ഈവനിങ് ആണ്, ഗോൾഡൻ മോർണിംഗ് ഓർ ഈവനിങ് ആണ്, ഗോൾഡൻ അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ പുള്ളിക്കാരി വൈറ്റ് ആണ്. സെയിം തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത്. ഇവിടെയും ഞാൻ കുറച്ച് കളേഴ്സിൻ്റെ ഭയങ്കര ഡൾ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ഗോൾഡൻ മൂഡാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ച് ഇത് കാണാം, യെലോയിഷ് സംഭവങ്ങളാണ്. നിവിൻ്റെ മേത്തുള്ള അതേപോലത്തെ കുറച്ച് കളേഴ്സ് നമുക്ക് റെഡ് ഇതിലാണ് ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഡിം ഏരിയ ആയതിനെ കൊണ്ട് തന്നെ നിവിനൊരു റെഡ് ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റെഡിൻ്റെ റെഫറൻസ് കാണാം. യെല്ലോ ആണെങ്കിൽ ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. അങ്ങനെ ഒരു കളറ് ഇത് ചെയ്തിരിക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയിലാണ് ബാലൻസ് ചെയ്തിരിക്കുന്നതും. ക്യാരക്ടറിനെ കറക്റ്റ് നടുവിൽ കൊണ്ടുവന്ന് ഇവിടെ രണ്ടുപേരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ കംപ്ലീറ്റ് പ്ലെയിൻ ആണ്. ഇവിടെ തമ്മിക്കും ക്യാരക്ടർ കുറച്ചുകൂടി പവർഫുള്ളായി. കാരണം അവർ പോയില്ല, പക്ഷെ പോയി കഴിഞ്ഞപ്പം ക്യാരക്ടർ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് കുറച്ചുകൂടി ഒരു ലൈറ്റിംഗ് കുറച്ചുകൂടി ലൈറ്റിലേക്ക് ഇങ്ങനെ കയറി വന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ആ ലൈറ്റ്സ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ വോളിയോമെട്രിക് കൈൻഡ് ഓഫ് ഫീൽ വരുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ലൈറ്റിൻ്റെ ഒരു ഒരു ഇത് കാണാം. ഇപ്പോൾ പല ഇതിലും നമ്മൾ റൂളൊക്കെ വെച്ച് പറയില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂളിൻ്റെ ഒരു ബ്രേക്കിംഗ് സംഭവം. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരു ക്യാരക്ടറിന് എന്തുകൊണ്ട് ഇങ്ങോട്ട് സ്പേസ് വിട്ടു എന്നൊക്കെ ചിലവർ ചോദിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് റൂൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. അത് തിരിഞ്ഞിങ്ങോട്ട് നോക്കുമായിരിക്കും ഒരു പക്ഷേ, ചിലപ്പോൾ മുന്നോട്ടായിരിക്കും പോകുന്നത്. അപ്പം ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സീൻ. നിവിൻ്റെ ഒരു ലുക്ക്, ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ഒന്നുമില്ല, കംപ്ലീറ്റ് പോയി. ഇവിടെ ജസ്റ്റ് 2 ലൈൻസ് മാത്രം, ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് ലൈൻസ് പോലെ കാണാം. ഫുള്ള് കംപ്ലീറ്റ് ബ്ലീച്ചല്ല കംപ്ലീറ്റ്ലി ഫോക്കസ് ഔട്ടായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ എന്തൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അതൊക്കെ ഫോക്കസ് നിന്ന് പോയി കംപ്ലീറ്റ് അറ്റൻഷൻ ക്യാരക്ടറിൻ്റെ ഫേസിലേക്ക്. ഇപ്പോൾ ഇവിടുത്തെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ യെല്ലോ റെഡിലേക്ക് നേരെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ലൈറ്റിന് പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. ഇവിടുന്ന് വന്ന സോഴ്സ് ഓഫ് ലൈറ്റ് തന്നെയാണ്. ഒരു ബൗൺസ് പോലെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ സോഫ്റ്റാണ്. ഈ ഏരിയയിൽ ഫില്ല് എന്ന് പറയത്തക്ക വിധത്തിൽ ചെറിയ രീതിയിൽ എന്തോ ലൈറ്റ് ഉണ്ട്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തതിനെ കൊണ്ട് ഇവിടെ ചെറിയൊരു ഈ ഹെഡിൻ്റെ ഷാഡോ നമുക്ക് ഈ ഇത്രയൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഷാഡോ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇവിടെ തന്നെയാണ് കൺഫേം ആണ്. ഇങ്ങനെയാണ് ലൈറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയും കാണാം ചെറിയ ലൈറ്റ്. സോ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇവിടെ നിന്നും ചെറിയൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ഈ സെയിം ഇതിനെ ബൗൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും എപ്പോഴും ഇപ്പോൾ ജോമോൻ്റെ പല മൂവീസ് നമ്മൾ ചെയ്യുന്ന സമയത്തും ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ഒരു സെപ്പറേഷൻ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക ഫീൽ വരുന്നുണ്ട്. കാരണം സബ്ജക്റ്റ് ഓൾവേസ് ഇൻ ദ മിഡിലാണ് സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകതരം ഫീൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ലൈറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ഗോൾഡൻ ഇതിലാണ്, ഇവരൊക്കെ ഒരു ഗോൾഡൻ അതേ പൊസിഷനിലേക്ക് നിവിനിപ്പോൾ വൈറ്റിലേക്ക് കയറി വന്നിരിക്കുന്നത്. ആ ഒരു നേരത്തെ ഒരു മൂഡിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു വൈറ്റ് മോഡിലേക്ക് എങ്ങനെയാണോ നേരത്തെ ആയിഷ ഉണ്ടായത് ആ ഫീൽഡിലേക്ക് തന്നെ വിനോദ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രാക്ടിക്കൽസ് നമുക്ക് തുടങ്ങാം. ഇവിടെ പ്രാക്ടിക്കൽസിൽ നിന്ന് മാർക്ക് ചെയ്യാം. 1 2 3 4 5 ഇങ്ങനെ കുറേ പ്രാക്ടിക്കൽ ലൈറ്റ്സ് ഇവിടെ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റെഡ് കൊടി തൊട്ടടുത്ത് ഏകദേശം ഈക്വൽ ടു ദ സൈസ് ഓഫ് നിവിൻ്റെ ഒരു സൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിവിൻ ഇട്ടിരിക്കുന്ന ഗ്രീനാണ്. ആ കൊടീനെ തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്രീനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അതർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ബാക്കിൽ അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ലൈൻസ് ഒരു പ്രത്യേക ആംഗിളിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഇതൊക്കെ ഫ്രെയിമുള്ള ഏരിയ ആണ്. ഇത്രയും പോർഷൻ ഡാർക്കാണ് നൈറ്റിൻ്റെ. അപ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലാണ് ആ ഫ്രെയിം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിവേഴ്സ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കെയിലൊന്ന് ചുമ്മാ വെച്ച് നോക്കാം. ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത്രയും പോർഷൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി. ബാക്കി ഇവിടെ ഉണ്ടോ ഇല്ലയോ നൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ നക്ഷത്രങ്ങളില്ലാത്ത രാത്രി ആയിരിക്കാം. ചിലവർ അങ്ങനെയൊക്കെ ചോദിക്കും എന്തുകൊണ്ട് നൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തില്ല. ഇത് ഓൾറെഡി ഇവിടെ ഒരുപാട് പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് അറ്റൻഷൻ പോയിരിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഫേസിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഒറ്റ മിനിറ്റ് ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് എവിടെയൊക്കെയെന്ന് ഒന്ന് കറക്റ്റ് അറിയാം.
ഇപ്പോൾ സോഴ്സ് ഓഫ് ലൈറ്റ് നമുക്ക് ഏകദേശം എവിഡൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതായത് എനിക്ക് ഇവിടെ അത് വരയ്ക്കാൻ പറ്റില്ല, ഇവിടെ ആയിട്ടായിരിക്കും ലൈറ്റ് ഉണ്ടായത്, ഇത് കുറച്ചുകൂടി ഹൈറ്റിൽ, എന്നിട്ട് ഇതിങ്ങനെയാണ് ഹിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ഡയറക്ഷൻ, ഒറ്റ മിനിറ്റ് ഒന്നും കൂടി വരയ്ക്കാം. ഓക്കെ, ഒരു പ്രത്യേക ആംഗിൾ നിന്നാണ് ലൈറ്റ് വരുന്നത്. കാരണം ഇവിടെ ഒരു ഷാഡോ ഉണ്ട് ഇത്ര ഏരിയയിൽ. അപ്പോൾ ആ ഷാഡോ ഈ ഒരു ഏരിയയിൽ വരാൻ കാരണം ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ. പിന്നെ ഈ വരുന്ന ലൈറ്റിന് ഇവിടെ കട്ടർ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിവിൻ്റെ ഫുൾ ബോഡിയിൽ നമുക്ക് ഇങ്ങനെയാണ് ലൈറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയും ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലും മാത്രമാണ് ലൈറ്റ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു ഫ്രെയിമാണ്. കാരണം ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നിവിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിവിൻ ഈ ഒരു ഇത്രയും ക്യാരക്ടേഴ്സ് ഇവിടെ മുമ്പിലിരിക്കുന്ന ഇവർക്ക് മാത്രമാണ് ഒരു ലൈറ്റിൻ്റെ ഒരു ഇതുള്ളൂ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഇവിടെ ഈ പുള്ളീൻ്റെ തല ഇത്രയും ഏരിയ ഭയങ്കര ലൈറ്റ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം, ഒരു സ്പിൽവേ പോലെ ലൈറ്റ് വീഴുകയാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് നിവിൻ്റെ തലയിലുമുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ബേണോന്നല്ല, ഭയങ്കര ഇത്രയും വലിയ ഹൈലൈറ്റ് ഉണ്ടായിട്ടും സോഫ്റ്റ് ലൈറ്റാണ് ഇവിടെ. അതായത് ഓരോ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ലൈറ്റ് അപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റ് വീഴുന്നതിൻ്റെ ഒരു ഡയറക്ഷൻ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ നിവിൻ പോളിൻ്റെ ഫേസിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്ലിച്ചോ അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒന്നും കാണാൻ പറ്റില്ല. ഇത്രയും വളരെ ലെയറായിട്ടാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തർക്കും. ഇവിടെയൊക്കെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. പക്ഷേ നിവിൻ്റെ ഫേസ് നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സാധനം എടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഹൈലൈറ്റ് കാണാം. ഈ തലേൻ്റെ ബാക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, ഉണ്ടല്ലേ? ഓക്കെ, ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു ഭയങ്കര സോഫ്റ്റ് ലൈറ്റാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറേ ആ ഒരു ലൈൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാം. ക്യാരറ്റിന് ലൈൻസിൻ്റെ ഇടയിൽ പ്ലേസ് ലോക്ക് ചെയ്യുന്നൊരു പരിപാടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഗ്രീൻ, ബ്ലൂ, റെഡ്, ബ്ലൂ, ആ ഒരു കളർ പാറ്റേണുകൾ യൂസ് ചെയ്യുന്നത്. കാരണം ഡൾ ബാക്ക്ഗ്രൗണ്ടാണ്, ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ വേറെ ഒന്നുമില്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന പല ഫ്രെയിമുകളിലും ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. ഇങ്ങനെ സ്ക്വയറായിട്ട് വരുന്ന ഈ ഒരു രീതിയിൽ ഒരു 2 റെഡ് സ്ട്രിപ്സ് കാണാം. നടന്ന് ഈ ക്യാരക്ടറിനെ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഫീൽ അത് തരുന്നുണ്ട്. സോഫ്റ്റ് ലൈറ്റിംഗ് ആണ്. എടുത്ത് പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈലൈറ്റ്സേ ഉള്ളൂ. അത് ലൈറ്റിൻ്റെ സോഴ്സ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ നിവിനൊരു റിം എഫക്റ്റ് കിട്ടുന്നുണ്ട്. തലേൻ്റെ മുകൾ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റിം ഫീൽ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. കാരണം ലൈറ്റ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുറച്ച് ലൈൻസ്, അതൊരുവിധം എല്ലാത്തിലും അത്തരം ലൈനുകൾ ഒരുവിധം എല്ലാത്തിലും കാണാം. പിന്നെ പക്ക ഫോക്കസ്ഡിലാണ് നിവിനുള്ളത്. പിന്നെ കളർ റെഡ്, ഹൈലൈറ്റ് ചെയ്യുന്ന റെഡും വൈറ്റുള്ള രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു സ്കെയിൽ എടുക്കാം. ഇതോടുകൂടി പാട്ട് തീരുകയാണ്. അപ്പോൾ ജസ്റ്റ് സ്കെയിൽ എന്ന് വെച്ചോക്കാം. ഒരു 75 ഡിഗ്രി ഒരു ക്രോസ് കട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ക്യാരക്ടർ ഉള്ളൊരു സ്ഥലത്ത് ക്യാരക്ടർ ഏകദേശം ഒരു ഇത്ര ആയിരിക്കില്ല വരുന്നത്. ഇങ്ങനെ എൻ്റെ സ്കെയിൽ പോയി കണ്ടില്ലേ, കറക്റ്റ് അളന്ന് മുറിച്ച പോലത്തെ ഒരു സെപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈൻ വരച്ചു നോക്കാം അവിടെ, കണ്ടില്ലേ? ഇതിൻ്റെ വേറൊരു ഈ ഒരു സീനിൻ്റെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി നിവിൻ റെഡാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ബ്ലൂ ആണ്. ബ്ലൂ ഈവൻ ജീൻസ് ഓൾസോ ബ്ലൂ. ബട്ട് ഇവിടെ ഒരു കൂൾ മോഡിൽ നിവിൻ ഇരിക്കണം. അത് നല്ല ഹീറോ, ഒരു യൂത്തിൻ്റെ റെഡ് ആൻഡ് പ്രണയത്തിൻ്റെ ചുവപ്പ് ആ ഒരു മൂഡിൽ കടലിൻ്റെ ആ ഒരു സ്ക്രീൻ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നൊരു പ്രത്യേക ഒരു ഇത്, കരയും വെള്ളവും തമ്മിലുള്ള അതൊക്കെ വളരെ. അതുപോലെ തിര വന്ന് കയറുന്നൊരു ഷോട്ടുണ്ട്. ഈ ഷോട്ടിൽ തിര ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ തിര ഏകദേശം ഈ ഒരു ഇങ്ങനെയാണ് തിര വരുന്നത്, ഈ ഒരു പോർഷൻ. ഇനി അടുത്ത ഷോട്ടിൽ വരുമ്പോൾ ഉണ്ടോ, അത് കറക്റ്റ് തിര ഇവിടെ എത്തുമ്പോഴേക്കും
അടുത്ത കട്ട് ഇവിടെ കയറി. ഇതിലും ആ ഒരു കട്ട് ചെയ്തിരിക്കുന്ന രീതി, ഇവിടുത്തെ ഒരു റെഡ്, ഇത് കോസ്റ്റ്യൂം തരുന്ന ബ്ലൂ ആണല്ലോ മൊത്തത്തിൽ, അതിൽ റെഡ് തരുന്നൊരു ബ്രൈറ്റ് ഫീല്, നിവിൻ്റെ ഒരു ഉള്ളിലത്തെ ഒരു യൂത്ത് മൈൻഡിൻ്റെ ആ ഒരു എല്ലാ സാധനവും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതോടുകൂടി ഈ പാട്ട് തീരുകയാണ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം. ഒരുവിധം എല്ലാത്തിലൂടെയും പോയി തോന്നുന്നു, ഒന്നും മിസ്സായിട്ടില്ല. ഒരുവിധം എല്ലാ ഷോട്ട് ബൈ ഷോട്ടും പോയിട്ടുണ്ട്. എല്ലാ സീനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ലൈറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഓരോന്നിലും മെല്ലെ മെല്ലെ ഇങ്ങനെ കയറ്റി. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ റൂൾ ഓഫ് തേർഡും ഇതും നമ്മൾ പിന്നെയും പറയുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ലൈറ്റിനെ കുറിച്ചാണ് കൂടുതൽ, ലൈറ്റിൻ്റെ ആംഗിളുകളാണ് പറഞ്ഞത്. ഇതിന് അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അടുത്ത കുറച്ചുകൂടി അപ്പ് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ മെല്ലെ ഗ്രാജുവലി മുകളിലോട്ട് കൂടുതൽ സയൻറ്റിഫിക് എലമെൻറ്റ്സ് ഒക്കെ കയറ്റി പിന്നീടുള്ള സെഷൻസ് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും സിനിമേൻ്റെ ബിഹൈൻഡിലുള്ള എങ്ങനെയാണ് ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.